സൺഡയറക്റ്റിൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കസ്റ്റമർ പ്ലാൻ എങ്ങനെ ചേഞ്ച് ആക്കാം, അതായത് പ്ലാൻ എമൗണ്ട് മാറിപ്പോയത് എങ്ങനെ പുതിയ പ്ലാനിലേക്ക് തന്നെ വീണ്ടും ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ മെയിൻ സൈറ്റ് എടുക്കുന്നുണ്ട്, സണ്ണിൻ്റെ സൈറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കസ്റ്റമർ ഐ ഡി പോയിട്ട് കസ്റ്റമറുടെ ഐ ഡി ചെക്ക് ചെയ്യുകയാണ്. ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ പാക്കേജും കാര്യങ്ങളും കാണിക്കും. ഇപ്പോൾ ഇവിടെ റീചാർജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ എമൗണ്ട് മാറിപ്പോയിട്ട് വേറെ പാക്കേജിലേക്കുള്ളവർക്കും ഇപ്പോൾ തമിഴ് തെലുങ്ക് അങ്ങനത്തെ പാക്കേജിലേക്ക് ആയിപ്പോയവരും അത് മലയാളം പാക്കിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്മാർട്ട് കാർഡ് നമ്പർ അടിച്ചു സെർച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് കാർഡ് നമ്പർ ആളുടെ പേരും കാര്യങ്ങളും അത് ഏത് പാക്കേജിലാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എടുക്കാം. പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ റീചാർജ് ചെയ്ത് 259 പാക്കേജിലാണ്. 259 ഇപ്പോൾ നിലവിലുള്ളത് തമിഴ് പാക്കേജിലാണ് കിടക്കുന്നത്. ഇപ്പോൾ പ്ലാൻ എടുക്കുകയാണെങ്കിൽ തമിഴ് ഗോൾഡ് പാക്കേജ് സബ്സ്ക്രിപ്ഷൻ മന്ത്ലി എന്നുള്ള പാക്കേജിലാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ്, സൂര്യ അങ്ങനത്തെ ചാനലൊന്നും കിട്ടുകയില്ല. തമിഴിൻ്റെ മൊത്തം ഫുള്ള് ചാനലും തമിഴായിരിക്കും, ചില മലയാളം ചാനലുകൾ മാത്രം കിട്ടും. അപ്പോൾ അത് മന്ത്ലി പാക്കേജിൽ 229 ഇതിൻ്റെ പാക്കേജിലേക്ക് എങ്ങനെ ആക്കാമെന്ന് നോക്കാം. ഇപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മലയാളം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്ക് മന്ത്ലി റിന്യൂവൽ എന്നുള്ള പാക്കേജാണ്. ആക്ടിവിറ്റി കൊടുക്കുകയാണ്. അപ്പം ഇത് 259 പാക്കേജിൽ നിന്നും 229 പാക്കേജിലേക്ക് താഴോട്ട് ആക്റ്റീവ് ആകുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ആ പാക്കേജിൽ ഓക്കെ കൊടുക്കുകയാണ്. ഈ കസ്റ്റമർ തമിഴ് പാക്കേജ് ആയതുകൊണ്ട് തന്നെ സൂര്യ ഏഷ്യാനെറ്റിൻ്റെ ചാനലൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്ലാൻ ഡൗൺഗ്രേഡ് നോട്ട് അലൗഡ് എന്നാണ് കാണിക്കുക. അതായത് താഴത്തെ പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ആകാൻ സാധിക്കുകയില്ല, ആക്റ്റീവ് ആവുകയില്ല. അതായത് ഒന്നെങ്കിൽ ഇപ്പോൾ 259 ചെയ്ത വ്യക്തിക്ക് 259, 260 മുകളിലുള്ള പാക്കേജിലേക്ക് മാത്രമേ ആക്റ്റീവ് ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ളത് 283 പാക്കേജിലേക്ക് ആക്റ്റീവ് ആക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടണം. ക്യാഷ് ഇട്ടിട്ട് മാത്രമേ അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ 259 നിന്ന് 283 എത്ര എമൗണ്ട് വേണോ ആ എമൗണ്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ ടാക്സ് ഉണ്ട്. ടാക്സ് ഒരു ദിവസം കണ്ടതിന് ഈ തമിഴ് പാക്കേജ് കണ്ടതിൻ്റെ ടാക്സ് ചെറുതായിട്ടുണ്ട്. അത് 8 രൂപയോ 10 രൂപേൻ്റെ ഉള്ളിലാണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ അത് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പാക്കേജ് ചേഞ്ച് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ മലയാളം ബേസിക് പാക്കേജ് ഒന്നും കൂടി കൊടുത്ത് നോക്കാം, അത് ആക്റ്റീവ് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോഴും കാണിക്കുന്നത് ഡൗൺഗ്രേഡ് നോട്ട് അലൗഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇതിൽ ബാലൻസ് ഉണ്ടോ നോക്കാം. അക്കൗണ്ടിൽ 4 രൂപയുള്ളൂ. അപ്പം എമൗണ്ട് ഇട്ടതിന് ശേഷം റീചാർജ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആക്കണം. അക്കൗണ്ടിൽ 0 അതുപോലെ തന്നെ വേറെ അക്കൗണ്ടാണ് ഇപ്പോൾ എടുത്തിരുന്നത്. അതിൽ എമൗണ്ട് അടിക്കുന്നത് കാണിക്കാം. ഇപ്പം 10 രൂപ ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ പേ ചെയ്ത് നോക്കാം. ഇതിൽ ഈ പാക്കേജിൽ 229 ആക്കേണ്ട പാക്കേജാണ്. ഇതിൽ കസ്റ്റമർ വേറെ പാക്കേജാണ്. നേരത്തെ പാക്കേജിൽ ആ ഒരു അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നില്ല. അപ്പം ഇത് വേറെ അക്കൗണ്ടാണ്. ഇതിന് നോക്കാം. ഇപ്പോൾ ടോപ്പ് സക്സസ്ഫുൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഈ മെസ്സേജാണ് നിങ്ങൾ സണ്ണിൻ്റെ ഓഫീസിൽ റീചാർജ് ഷോപ്പിൽ പോയി ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജാണ് ഇപ്പോൾ ഡിസ്പ്ലേ കണ്ടത്. ഇതിപ്പോൾ കുഞ്ഞുമോൾ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് കാണിക്കുന്നത്. അക്കൗണ്ടിൻ്റെ നെയിം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ മന്ത്ലി അതിലിപ്പം 229 പാക്കേജിലേക്ക് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പല കസ്റ്റമർ ഇങ്ങനെ പ്ലാൻ ചേഞ്ച് ആക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ടാണ് ഗൂഗിൾ പേ വഴി ക്യാഷ് ഇടുമ്പോൾ അത് നഷ്ടമായി പോവുകയോ റീചാർജ് ആവുകയോ ഇല്ലേ എന്നൊക്കെയുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മന്ത്ലി റിന്യൂവൽ എറർ ഇൻസ്റ്റലേഷൻ ബാലൻസ് എന്നാണ് കാണിക്കുന്നത്. അതായത് 8 രൂപ 47 രൂപ വിത്ത് ടാക്സ്. 10 രൂപ ഇട്ടാൽ 8 രൂപയേ ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ടാക്സും കൂടി അടിച്ചാൽ മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. ഇതിന് പ്ലാനൊന്ന് നോക്കാം. ഇതിപ്പോൾ ഏത് പ്ലാനിലാണ് ഉള്ളതെന്ന് നോക്കാം. ടോപ്പപ്പ് ഒരു 2 രൂപയും ചെയ്ത് നോക്കാം. എക്സ്ട്രാ അഡീഷണലായിട്ട് ടാക്സ് എത്ര വരുമെന്ന് അറിയില്ല, ഒന്ന് ചെയ്ത് നോക്കാം. റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി ജനറൽ ഇൻഫോയിൽ പോയിട്ട് ബാലൻസ് നോക്കാം. ബാലൻസ് 10 രൂപ. ഇപ്പം 2 രൂപ ഇട്ടപ്പോൾ 10 രൂപയായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ HD തമിഴ് എക്കോണമി പാക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നിന്ന് മലയാളം 229 പാക്കേജിലേക്ക് മാറാൻ കഴിയുമോ എന്ന് നോക്കാം. ഇപ്പം കന്നഡ, മലയാളം ബേസിക്, മലയാളം സിൽവർ, മലയാളം ബേസിക് പാക്കേജ് എടുത്ത് സെലക്ട് ചെയ്തു. അതിൽ ആക്റ്റീവ് ഉള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ആക്റ്റീവ് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുമ്പോൾ അത് ലോഡായി കാണിക്കുന്നുണ്ട്.
മലയാളം ബേസിക് പാക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ജനറേറ്റ് ഇത് നോക്കാം നമുക്ക് പാക്കേജ്. അവിടെ പ്ലാൻസ് എടുക്കുമ്പോൾ മലയാളം ബേസിക് പാക്കേജ് സബ്സ്ക്രിപ്ഷൻസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റീഫ്രഷ് കൊടുത്താൽ മതി. അതായത് ട്രബിൾ ഷൂട്ട് വീഡിയോ കാണാത്ത ഏഷ്യാൻ്റെ സൂര്യൊന്നും കിട്ടാത്ത പ്രശ്നം ഇനി ട്രബിൾ ഷൂട്ട് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി റെഡിയാകും. അതായത് പ്ലാൻ മാറിയിട്ടുണ്ട്, തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് തന്നെ പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എമൗണ്ട് കാര്യങ്ങൾ മാറിപ്പോയാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ട് ക്യാഷ് ഇട്ട് തന്നെ ഇത് റെഡിയാക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറെ വിളിച്ച് അവർക്ക് ക്യാഷ് അതിലേക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ അവരവിടുന്ന് റെഡിയാക്കാവുന്നതുമാണ്. അപ്പോൾ പല ആളുകൾക്ക് ഈ എമൗണ്ട് കാര്യങ്ങൾ മാറിപ്പോയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയാതെ അവർ വീണ്ടും റീചാർജ് ഫസ്റ്റ് തൊട്ട് തന്നെ പുതിയ പ്ലാനിലേക്കുള്ള ഫുൾ എമൗണ്ട് കൊടുത്ത് റീചാർജ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അതായത് നിങ്ങൾ പ്ലാൻ എമൗണ്ട് മാറിപ്പോയിട്ട് വേറെ ഏതെങ്കിലും തെലുങ്കിലേക്കോ തമിഴ് പാക്കേജിലേക്കോ തെലുങ്കിലോ ബംഗാളി ഏത് പാക്കേജിലും മാറിക്കോട്ടെ, അത് നമുക്ക് തന്നെ റീചാർജ് ചെയ്തിട്ട് നമുക്ക് അത് മലയാളം പാക്കേജിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ മലയാളം പാക്കേജിലേക്ക് മലയാളം ചാനൽ കിട്ടാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാക്കേജ് മാറിയ കാര്യം അറിയുന്നത്. അധികം ആളുകൾക്ക് അറിയില്ല. ചില ചാനലുകൾ മലയാളത്തിൽ കിട്ടുകയും ചിലത് കട്ടായി കിടക്കുകയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അധികം ആൾക്കാർ വീഡിയോ ഒക്കെ വഴി വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് അവരുടെ പാക്കേജും ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത്, പാക്കേജ് മാറിയ വിവരം അറിയുന്നത്. അപ്പോൾ അധികം ആളുകളും ചെയ്യാറുള്ളത് പാക്കേജ് മാറിയത് കൊണ്ട് വീണ്ടും അതേ റീചാർജ് തന്നെ ചെയ്തിട്ട് ആ പാക്കേജിൻ്റെ കറക്റ്റ് എമൗണ്ട് ചെയ്തിട്ട് അത് വീണ്ടും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എമൗണ്ട് തെറ്റിപ്പോയതാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അടുത്ത പാക്കേജിലേക്ക് വേണ്ട എമൗണ്ടും അതിനുള്ള റെൻറ്റും അതായത് ചെറിയ എമൗണ്ട് 10 രൂപേൻ്റെ താഴെ ആവുകയുള്ളൂ റെൻറ്റ്, അതും അടച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് പാക്കേജാണ് വേണ്ടത് ആ ചാനലിലേക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹിന്ദി തമിഴ് ഏത് പാക്കേജിലാണ് കിടക്കുന്നത് അതിൽ നിന്നും മലയാളം പാക്കേജിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്, ആക്ടിവേറ്റ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്തവർക്കായിട്ടും ആണ് ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും ഉള്ളവർക്ക് വാട്സപ്പുമായി മെസ്സേജും കാര്യങ്ങളും അയക്കാവുന്നതാണ്.